എല്ലാവർക്കും ഒരു ഹൈ പോയി കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമിന്റെ എപ്പിസോഡ് 182 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹേക്കുങ് ഷോലി എന്നീ രണ്ട് എൽഡേഴ്സ് അങ്ങോട്ട് വരികയാണ്. വന്നുകൊണ്ട് ഷോക്ക് അവിടെയുള്ള എല്ലാവരും ഡെഡായിരുന്നു. അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു അറ്റാക്ക്, സ്നീക്ക് അറ്റാക്ക്. ആരുടെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചോദിക്കുക. കഴിഞ്ഞ എപ്പിസോഡ് കണ്ട രണ്ടുപേര് അവർ വരുന്നു. ഈസ്റ്റ് ഡ്രാഗൺ ഐലൻഡിലോട്ട് ഒരു കൊതുകിനെ പോലും വിടില്ല. അവരായിട്ട് വാക്ക് തുറക്കാൻ നമ്മുടെ ഡ്രാഗൺ എംബറിനെ തന്നെ ഇല്ലാതാക്കാൻ കൂട്ടുപിടിച്ച് വരുന്നു എന്നതിന് വേണ്ടി എന്ന് ചോദിക്കുക. അവിടെ ഉള്ളവരുടെ മോൺസ്റ്റർ കോർ വരെ എടുത്ത് അവരെ ഉപയോഗിക്കുകയാണ്. സ്വന്തം വംശത്തിലുള്ളവരുടെ ആണ് എന്നതാണ്. അത് ചോദിക്കുക. അതിനും വ്യക്തമായ ഉത്തരം തന്നില്ല. അവർക്ക് ആർക്കും ചെയ്യാൻ അവൾ ഒരു ചെറിയ പെൺകുട്ടിയാണല്ലോ, അതൊരു ഡ്രാഗൺ എംബറാകാൻ യോജിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവർ തമ്മിൽ പറഞ്ഞ അവസാനം അടിയായി. ഹേക്കുങ് മനസ്സിൽ എങ്ങനെ പെട്ടെന്ന് ഡ്രാഗൺ എംബറിന്റെ അടുത്തേക്ക് പോകണം, അവിടെ ഡേഞ്ചറിലാണ്. അങ്ങനെ ഫൈറ്റ് തുടങ്ങി. അതിലൊരുത്തെ ഹേക്കുങ് മറ്റേയാള് ഷൂലിനെ എടുക്കുന്നുണ്ട്. കുറച്ചു നേരം പോയി. എന്നാൽ ഹേക്കുങ്ങിനെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അവർ സ്ട്രോങ് ആണ്, അതുപോലെ അവർ ഓൾറെഡി വീക്ക് ആയിരുന്നു. പെട്ടെന്ന് പോകണം. എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ സ്വന്തം ബ്ലഡ് എസൻസ് അത് ബേൺ ചെയ്ത് അതിലൂടെ കൂടുതൽ പവർഫുള്ളായി ആ രണ്ടുപേരെയും ലോക്കാക്കി. അവർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ബാരിയർ സെറ്റ് ചെയ്തു. ഹേക്കുങ് സാക്രിഫൈസ് ചെയ്യാൻ പോവുകയാണ് എന്നും അവർക്ക് മനസ്സിലായിട്ട് ഹാഫ് സെയിന്റ് ആണ്, അത്ര പവർഫുൾ ആയിരിക്കും, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഷൂല് വന്നിട്ട് എന്താ കാണിക്കുന്നത്, വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവളുടെ അടുത്തേക്ക് പോകും എത്രയും പെട്ടെന്ന്, ഇത് ഞാൻ നോക്കിക്കളാം എന്ന് നിർബന്ധിച്ച് പറഞ്ഞയച്ച് സമ്മതയില്ലേ കൂടി അയാൾ അവിടെ നിന്ന് പോകേണ്ടിയിരിക്കണം. ഇത് അവർക്ക് ഡേഞ്ചറിലാണെന്ന് മനസ്സിലായിട്ട് അതിലൊരുത്തെ കയ്യിലുണ്ടായിരുന്ന ബീസ്റ്റ് ഫ്ലെയിം അത് യൂസ് ആക്കിയാണ്. അതൊരു തരത്തിൽ ക്ലോസ് ആയിട്ടുള്ള ഹെവൻലി ഫ്ലെയിം ആണല്ലോ. അങ്ങനെ വെച്ചാൽ മുഴുവനായിട്ട് അത് ഇല്ലാതൊക്കെ പരികേറ്റ് തെറിച്ച് വീഴുകയാണ്. അവരെന്ന ടെൻഷനായി എന്ന് പറയുമ്പോൾ ഷൂലിന് പോകുന്നത് കണ്ട് അയാളെ പിടിക്കാനായിട്ട് പറഞ്ഞിട്ട് അയാൾ പോയി പെട്ടെന്ന് തന്നെ അവിടെ എത്തി. നീ അങ്ങനെ പോയാൽ അങ്ങനെ അവരുടെ ഫൈറ്റ് പിന്നെയും തുടങ്ങി. കുറച്ച് നേരം ഫൈറ്റൊക്കെ അധികം നേരം തന്നെ കാണിക്കുന്നില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഒരു അറ്റാക്ക് കൊടുത്ത് അത് തടഞ്ഞപ്പോൾ തന്നെ അടുത്തട്ടി. ഈ സമയം ഷിയോയിനൊക്കെ വരികയാണ്. അവർ ഈസ്റ്റ് ഐലൻഡിലേക്ക് എത്തി എന്ന് യാവമെന്ന് പെട്ടെന്ന് തന്നെ ഡ്രാഗണോറ അത് ഡേഞ്ചറിലാണെന്ന് മനസ്സിലായി. ചെയ്യാൻ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു പോയി. ഹേക്ക് ഇതിനോട് എന്തോ പറയുമ്പോൾ ഡ്രാഗൺ ഐലൻഡിലെ രണ്ടുപേർ പട്ടികളും ആണ് നീയൊക്കെ എന്ന് തിരിച്ച് കുറച്ചങ്ങനെ കാര്യം പറയുന്നുണ്ട്. മതിയൊക്കെ, നിന്നോട് സംസാരിച്ച മടുത്തു, ഇനി നിനക്ക് പോകാം എന്ന് പറഞ്ഞ് ഇല്ലാതാക്കാൻ വരെ അവനെ കൊണ്ട് പോവുകയാണ്. കുറെ അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിടാതെ ഐലൻഡിന് നേരെ. അതിനു മുമ്പ് ഒരു അറ്റാക്കില് അടിച്ച് തെറിച്ചു പോയിരുന്നു. പിന്നെ വളരെ ഹാർഡായിട്ട് അറ്റാക്ക് ചെയ്ത് ഉപദ്രവിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതായി പോയി. രണ്ടുപേരെയും ഹാഫ് സെയിന്റ് ആണ്. എന്നാൽ പോലെ കോമ്പാക്റ്റില് അയാൾ കുറച്ച് കൂടുതൽ എന്ന പോലെ ഹേക്കുങ്ങിനെ ലോക്കാക്കി. എന്നിട്ട് അടുത്ത് വന്നിട്ട് നിനക്കൊരു ചാൻസ് തരാം, നോർത്ത് ഐലൻഡ് കിങ്ങിന്റെ ഒരു അട്ടിമ പട്ടിയായിട്ട് നീ വരുന്നു, അല്ലെ ചാവ്, അവനെ കൊല്ലാനായിട്ട് സാക്രിഫൈസ് അതിനായിട്ട് നോക്കുവാണ് ഹേക്കുങ്. എന്നാൽ നിനക്കപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ ഹേക്കുങ്ങിന്റെ മോൺസ്റ്റർ കോർ അത് എടുക്കാനായിട്ട് തുടങ്ങി. ജീവനോടുള്ളപ്പോൾ തന്നെ മോൺസ്റ്റർ കോർ എടുക്കുന്നത് ആ ജീവൻ പോകുന്നതാണല്ലോ, അത്രയും ക്രൂവലായിട്ടാണ് ചെയ്യുന്നത്. ഒന്നും തന്നെ തിരിച്ചു ചെയ്യാൻ പറ്റുന്നില്ല. സിയാന്റെ ഓർമ്മ അത് ആലോചിക്കണം, ഒന്നും ആൾക്കായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വരികയാനായിട്ട് പോകുന്ന പോലെ കണ്ണടയ്ക്കുന്നു. അപ്പോഴാണ് അയാളുടെ ചിരി അത് മായുന്നത്. കണ്ണോർന്ന് നോക്കി അയാളുടെ തലയിൽ കൈവച്ച് ഷിയോയെ ആരുടെ തല ഫസ്റ്റ് പോകുന്ന നോക്കാം. അവൻ പോലും മനസ്സിലായി, ഇവൻ വന്നതുപോലെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഷിയോയിനപ്പം 3 സെക്കൻഡ് തരാം വെറുതെ വിടാനായിട്ട് പറയാണ് ഹേക്കുങ്ങിനോട്. ഹേക്കുങ് അപ്പോ അവനെ കൊല്ല്, അവ ഹാഫ് സെന്റ് എന്ന് മാത്രമല്ല നോർത്ത് ഐലൻഡിന്റെ ഫസ്റ്റ് എൻട്രാണ്, എന്നൊക്കെ സ്ട്രോങ് ആണ്, ഇനിയൊരു അവസരം കാണില്ല. ആരോടാ അയാൾ വെറുതെ വിടാനായിട്ട് പറയുന്നുണ്ട്. 3, 2, 1 പെട്ടെന്ന് തന്നെ വലിച്ചെറിഞ്ഞു. അപ്പോൾ തന്നെ പോയി പിടിച്ചു. എന്നിട്ട് പിൽസ് കൊടുത്ത് ഓക്കേക്ക്. എന്നിട്ട് അവനെ അപ്പോൾ തന്നെ ഇല്ലാതാക്കി കൊടുക്കുന്നു. അയാളാകട്ടെ നീ ആരാണ്, ഇത് ഡ്രാഗൺ ഐലൻഡായിട്ട് റിലേറ്റഡ് ആണ്, പുറത്തുള്ള എന്തിനാ ഇടപെടുന്നത്. കേക്കും അപ്പോഴും അവൾ ഡേഞ്ചറിലാണ്, അങ്ങോട്ട് പോയി ഇത് ഞാൻ നോക്കാം, എന്നാൽ ഇവിടെ നിന്ന് ആരും പോവില്ല എന്ന് അയാളുടെ ഒരു ഗെയിമിൽ പറയുന്നുണ്ട്. എന്നാൽ ശിവന്റെ മുന്നോട്ട് വന്നിട്ട് ഹാഫ് സെന്റ് നീ എന്നോട് തീർക്കുന്നു എന്ന് പറഞ്ഞ ഒരു പവർ ഉപയോഗിക്കുന്നത്. സ്പിരിച്വൽ പവറിൽ തന്നെ അയാളുടെ കിളി പോയി. എന്നിട്ട് വന്നിട്ട് പിടിച്ചു. എന്നിട്ട് ഒരെണ്ണം കൊടുത്തു. നീ ഡൗസൈൻഡ് ആണോ എന്ന ഷോക്ക് അയാളുടെ സോള് സീൽ ചെയ്തു. എന്നിട്ട് ഹേക്കുങ്ങിന് കൊടുക്കുകയാണ്. ഇത്ര സിമ്പിളായിട്ട് ആ ഹാഫ് സെന്റിനെ പിടിച്ചു. എന്താ സിറ്റുവേഷൻ എന്ന് തന്നെ മറ്റയാൾ അവളുടെ ഒരു ബാരിയർ അത് വെച്ച് ബ്ലോക്കാക്കി, ആർക്കും പോകാൻ പറ്റാത്ത രീതിയിൽ. ആള് ഇതാണോ എന്താ പറഞ്ഞ് യാപമങ്ങ് കൊണ്ടുവന്ന് ഷൂലി നേരെ ഹേക്കുങ്ങിനെ കണ്ടിട്ട് ഓക്കെ എന്നൊക്കെ പറയുന്നു. പൈത്തൺ ട്രൈബ് അവർക്ക് വേണ്ടി വന്നതിൽ പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഷിയോൻ യാവമിങ് എൻ്റെ ഫ്രണ്ടാണ്, യാവമിങ് അപ്പോൾ എൻ്റെ ബ്രദർ, അവരുടെ കൂടെ ചേരും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പൈത്തൺ ട്രൈബ് നോക്കുന്നത് ഞാനാണ്, ഞാൻ ഇവന് വേണ്ടിയാണ് വന്നത്, അവരെ റെസ്പെക്റ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇവരെ വേണ്ടത് എന്താണോ ചെയ്തത് എന്ന് പറഞ്ഞ് ആ സീൽ ചെയ്ത രണ്ടുപേരെ കൊടുക്കുകയാണ്. പിന്നെ സിയന്റെ കാര്യം ചോദിക്കുക. ആ 3 കിങ് ആയിട്ട് അവൾ നേരിടുകയാണ് എന്ന് പറയണം. അങ്ങോട്ട് പെട്ടെന്ന് തന്നെ പോകാൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അതിനുശേഷം ആ ബാരിയർ വെളിയിൽ ആയിട്ട് അവിടെ ഉള്ളവരെ അടിച്ച് ഇട്ടിരുന്നു. ശിവാൻമോ എന്ന ഫസ്റ്റ് 1 സ്റ്റാർ ഡൗസൈഡ് ആയ ആള്
കുങ്ഷാൻ എന്നാ ഈസ്റ്റേൺ ഡ്രാഗണിൽ എൻ്റെ ഇവൽഡറിനോട് നിന്റെ ജീവനെ വെറുതെ വിടാൻ നമ്മുടെ കൂടെ ചേര്, എന്നിട്ട് പുതിയ ഡ്രാഗൺ എംപററിനാകുമ്പോൾ കൂടെ വന്ന് സേവിക്കുക എന്ന അയാളാകട്ടെ നമ്മുടെ ഡ്രാഗൺ എംപറർ ആൾട്ടിൽ വന്നിട്ടുണ്ട്. അതോടനെ നമ്മുടെ കിങ് ഇല്ലാതാക്കുമല്ലോ. അപ്പോൾ പറയുന്നുണ്ട് ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രാഗൺ എംപററിനെ സക്സസ് ആകാനേ ഹെൽപ്പ് ചെയ്യൂ എന്നെ ഫോണിൽ സ്ട്രൈവ് കൂടി വന്നിട്ട് നീ പറയുന്നത് ഒന്നുകൂടെ പറയണം. അത് കേട്ടിട്ട് ജന്മന എനിമയായ ഫോണിസ്ട്രൈവിനെ കൂട്ടുപിടിച്ച് ഇതും ഒരു ഫോർവേഡ് ടെക്നിക്കാണ്. അതിന് മുൻ എംപറർ കാണാതായിട്ട് 1000-ൽ കൂടുതൽ വർഷമാകാൻ കഴിഞ്ഞു. ഇനി അയാളുടെ റൂംസോ എന്ന് പറഞ്ഞ് ചിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യം പറഞ്ഞ് അവസാനം അയാളെ ഇല്ലാതാക്കാനായിട്ട് വരുമ്പോഴുണ്ട് ഒരു സൗണ്ടും ഓക്കെ കേൾക്കുന്നു ഷോലി. പിന്നെ കുറച്ച് പേര് അന്നോണായവർ അവർ വളരെ സ്ട്രോങ് ആണ് എന്നത് അയാൾക്ക് മനസ്സിലായി. അറ്റാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞോട്ട് ശിവൻ നേരെ വരുമ്പോൾ ഉണ്ട് അവർ നേരെ വരികയാണ്. റൂളർ സ്കില്ല് എടുത്ത് നേരെ ഉപയോഗിക്കുകയാണ്. വന്ന അവയെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി എന്ന് മാത്രമല്ല ആ ബാരിയർ ഒറ്റ സ്ട്രൈക്കിൻ്റെ ബ്രേക്ക് ആക്കുകയാണ്. എന്നിട്ട് സിയാറ്റ വരുന്നുണ്ട് എന്ന് പറയണ അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇതെന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ്. ഓക്കെ ബൈ.